കോഴ്സ് എടുത്താൽ ലാസ്റ്റ് ഇത് ഫ്രീ ഉണ്ട്. അത് ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ ആയാലും മാറ്റിയിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറ്റും, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ചെറുങ്ങനൊക്കെ മനസ്സിലായി വരുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, സാർമാരൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പോണത്. ക്ലാസ്സിൽ നല്ല രീതിയാണ്, സാർമാർ ഫുള്ള് സപ്പോർട്ടീവാണ്. അങ്ങനെ ചെയ്യേണ്ടത് കൂടെ സപ്പോർട്ട് ചെയ്ത് നല്ലോണം. ഹായ്, നമ്മളെ കണ്ണൂർ ഫോണ്ടെക്കിലെ ഈ ബാച്ച് സ്റ്റുഡൻസിൻ്റെ റിയൽ ഫീഡ്ബാക്കാണ് നമ്മളിന്ന് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏകദേശം അവർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 5 മാസത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവർക്ക് ഫോണ്ടെക്കിനെ കുറിച്ചിട്ടും ഫോണ്ടെക്കിലെ ക്ലാസ്സുകളെ കുറിച്ചിട്ടും പറയാനുള്ളത് നമുക്ക് നേരിട്ട് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഷിജാൻ പറയും, എങ്ങനെയാണ് ഫോണ്ടെക്കിലേക്ക് എത്തിയത്? എൻ്റെ ഇത്താത്തൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മട്ടന്നൂർ പറഞ്ഞ് ഫോൺടെക്ക നല്ല സപ്പോർട്ടീവായിട്ട് ചെയ്യൂ, അപ്ഡേഷൻ ക്ലാസ് ഉണ്ടാവും. എങ്ങനെ അപ്ഡേഷൻ ക്ലാസ് എങ്ങനെ പെയ്ഡ് ആണോ ഫ്രീ ആണോ? ഫ്രീ ആണെന്ന് പറഞ്ഞു. ഈ കോഴ്സ് എടുത്താൽ ലാസ്റ്റ് ഇത് ഫ്രീ ഉണ്ട്, ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞത് ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട് പേഴ്സണലായിട്ട് വല്ല കസ്റ്റമറിന് ഫോൺ അല്ലെങ്കിൽ ആരെങ്കിലും റിലേറ്റീവ്സിൻ്റെ ഫോൺ ആയാലും സർവീസ് ചെയ്തിട്ടുണ്ട്? ഞാൻ എൻ്റെ സിസ്റ്റർ ഫോൺ തന്നെ ഡിസ്പ്ലേയിൽ മാറ്റിയിട്ടുണ്ട്. അത് ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ ആയാലും മാറ്റിയിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉമ്മാൻ്റെ സിസ്റ്ററിൻ്റെ ഫോണിൻ്റെ പാനൽ ഡിസ്പ്ലേ ബാക്ക് എല്ലാം കംപ്ലീറ്റ് ചേഞ്ച് ആക്കിയിട്ടുണ്ടല്ലേ? ഫോൺ കിട്ടിക്കാൻ അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളതെന്നും അതെന്താ ചെയ്യാൻ പറ്റുന്നെന്നും ഇപ്പോൾ ചെറുങ്ങനൊക്കെ മനസ്സിലായി വരുന്നുണ്ടോ? ക്ലാസ്സുകളെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? ക്ലാസ് സാർമാരൊക്കെ നല്ല ഫ്രണ്ട്ലി ആയ കാരണം ക്ലാസ്സൊക്കെ വേഗം മനസ്സിലാവുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും പറഞ്ഞുതരാൻ എന്തെങ്കിലും മടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? ഇല്ല അങ്ങനെയൊന്നുമില്ല, സാർമാരൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പോണത്. ക്ലാസ് എടുക്കുന്നത് ഇപ്പോൾ ഫോണിൻ്റെ ഉള്ളിലുള്ള ഏകദേശം പാർട്സെല്ലാം സാറിന് വരുന്നുള്ളൂ. പിന്നെ കുഴപ്പമില്ലാണ്ട് ക്ലാസ്സെല്ലാം നല്ല രീതിയാണ്, സാർമാർ ഫുള്ള് സപ്പോർട്ടീവാണ്. അപ്പോൾ വർക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫാക്കൽറ്റീസിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫുകളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് റെസ്പോൺസ് ചെയ്യാൻ അറിയാത്ത വർക്ക് കൊണ്ടുവന്നാൽ? നല്ല സപ്പോർട്ട് പോലെ എന്നാ ചെയ്യേണ്ടതെല്ലാം പറഞ്ഞു തരും, എങ്ങനെ ചെയ്യേണ്ടതെന്നല്ലോ കൂടെ സപ്പോർട്ട് ചെയ്ത് നല്ലോണം പറഞ്ഞു. ഓക്കെ, അപ്പോൾ കോൺഫിഡൻ്റ്ലി ഒരാളെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? പറ്റും, തീർച്ചയായിട്ടും പറ്റും. എന്തായാലും പറയൂ, തീർച്ചയായും പറയൂ. ഞാൻ എൻ്റെ 2 ചങ്ങായിമാർ ഇപ്പം പഠിക്കുന്നുണ്ട്. നീ റെഫർ ചെയ്ത്? ഞാൻ റെഫർ ചെയ്തു. ഇത് പഠിച്ചറിയിക്കാൻ എന്തായാലും നമ്മളെ ഇത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. തീർച്ചയായിട്ടും പറയും, ഞാൻ ഫോൺടെക്കിൽ തന്നെ വരാൻ പറയും. ഞാൻ കാരണം പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുക, കാരണം ഞാൻ തീർച്ചയായിട്ടും പറയും.